ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലോകം കരുതുന്നത്. അത് മാത്രമല്ല ഇസ്രയേലും അതുപോലെ തന്നെയാണ്. ഇസ്രയേലും ഒരു ആണവരാജ്യമാണ്. ആണവായുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവരും അത് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് രാജ്യങ്ങൾ മുഖാമുഖം വന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഏപ്രിൽ 13 ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ തെക്ക് പ്രദേശത്തുള്ള നെഗേവ് ഡെസേർട്ടിൽ, മരുഭൂമിയാണ്, ആ നെഗേവ് ഡെസേർട്ടിലെ ഡിമോണ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തത്. പക്ഷെ ആണവ നിലയങ്ങളിൽ ബോംബുകളൊന്നും വീണില്ല, മിസൈലുകൾ പതിച്ചില്ല, അതുകൊണ്ട് അവിടെ അപകടം ഉണ്ടായില്ല. അത് മാത്രമല്ല, ഏതാനും മിസൈലുകൾ പതിച്ചതിന്റെ അപകടത്തിന്റെ തോതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും ഇസ്രയേലിൽ നിന്നുള്ള ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരുന്നു. അത് ആണവ നിലയങ്ങൾക്ക് നേരെ തന്നെ ആവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആണവ നിലയങ്ങൾ ആക്രമിച്ചതായി ഇപ്പോഴും സ്ഥിരീകരണമില്ല. എന്നാൽ ആക്രമണം അവിടെ നടന്നിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വാർ ക്യാബിനറ്റ് കൂടിയിരുന്നു. 14 തന്നെ വാർ ക്യാബിനറ്റ് കൂടിയിരുന്നു. അത് മാത്രമല്ല, ഒരു ഉന്നത അധികാര സമിതി, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന ഒരു സമിതി തീരുമാനമെടുത്തു, നമുക്ക് ഇറാനെ നേരിടണം, പക്ഷെ ഉടനടി ആക്രമണം ആവശ്യമില്ല. പക്ഷെ ഭാവിയിൽ ഒരു ആക്രമണത്തിന് സാധ്യത അവർ തള്ളിക്കളയുന്നതുമില്ല. ആ ആക്രമണം എപ്പോഴുണ്ടാകും, എന്നുണ്ടാകും, എങ്ങനെ ഉണ്ടാകും എന്ന് ലോകം ആകെ ഒരു ആശയക്കുഴപ്പത്തിൽ, സന്നിഗ്ധാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ ഇറാന്റെ ചില കേന്ദ്രങ്ങളിൽ, വ്യോമതാവളങ്ങളിലാണ് എന്ന് പറയപ്പെടുന്നു, പടിഞ്ഞാറൻ ഇറാനിലെ വ്യോമതാവളങ്ങളിൽ, ആണവ താവളങ്ങളിൽ ആണെന്ന് പറയപ്പെടുന്നു. അത് സ്ഥിരീകരണമില്ല, എന്നാൽ വ്യോമതാവളങ്ങളാണ് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ ആക്രമണം നടന്നിരിക്കുന്നു. അത് ഇസ്രയേലാണ് ആക്രമിച്ചത് എന്ന് ഇസ്രയേൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ എല്ലാ സാധ്യതകളും വിരൽ ചൂണ്ടുന്നത് ഒരു ആക്രമണം, ഒരു സിംബോളിക് ആയിട്ടെങ്കിലും ഒരു ആക്രമണം അവിടെ നടന്നിരിക്കുന്നു. അങ്ങനെയുള്ള ചെറിയ ആക്രമണങ്ങളാണ് പലപ്പോഴും ഒരു വലിയ വിപത്തിലേക്കും എസ്കലേഷനിലേക്കും ഒക്കെ എത്തുന്നത്. ഇവിടെ ഓർക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവായുധങ്ങൾ കാണും. ദേ മേ ഹാവ് ദ ഫസ്റ്റ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി. ഒരു പ്രാവശ്യം അടിക്കാനുള്ള സാങ്കേതിക വിദ്യ കാണും, ആണവായുധങ്ങളും കാണും. അതിന്റെ ഡെലിവറി മെഷീന്റെ കൃത്യത നമുക്കറിയില്ല. കാരണം ഇസ്രയേലിന്റെ അയൺ ഡോമിൽ തട്ടി ഇറാന്റെ 100 കണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളും താഴെ പതിക്കുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ട് അത് വലിയ ഒരു മെച്ചമാണ് കാണാനാവില്ല. പക്ഷേ അവരുടെ വില്ലിംഗ്നെസ് ആൻഡ് ദ ടെനാസിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ഇറാൻ ടു സ്ട്രൈക്ക് അഗൈൻസ്റ്റ് ദ ജൂയിഷ് സ്റ്റേറ്റ്. ഓർക്കുക, 1973 ശേഷം ഇറാൻ എന്നല്ല, ഒരു അറബ് രാജ്യവും ഇസ്രയേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്തിയിട്ടില്ല. അതിന്റെ റെക്കോർഡ് ഏതായാലും ഇറാന് തന്നെ അവകാശപ്പെട്ടതാണ്. ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ, അല്ലാതെ ഹൂതികളിലൂടെയല്ല, ഹിസ്ബുള്ളയിലൂടെയല്ല, അല്ലെങ്കിൽ ഹമാസിലൂടെയല്ല, അല്ലെങ്കിൽ ഷിയ മിലിഷ്യകളിലൂടെയല്ല, മറിച്ച് നേരിട്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ എന്ന രാജ്യം ഔപചാരികമായി തീരുമാനിച്ചു, അത് നടപ്പാക്കി. അതുകൊണ്ട് വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ അത്ഭുതപ്പെട്ടില്ല. തിരിച്ച് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന്, ഇസ്രയേലിന്റെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാമല്ലോ, അടിയും തിരിച്ചടിയും അവർക്ക് പുതുമയല്ല, പുത്തരിയല്ല. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിശക്തമായ ആക്രമണം അവിടെ പ്രതീക്ഷിക്കാം. പക്ഷെ അത് ഒഴിവാക്കുന്ന തിരക്കിലാണ് നയതന്ത്ര രംഗം. അത് ദോഹയിലൊക്കെ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ പരിസമാപ്തിയിൽ എത്തുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ ദോഹ പിന്മാറുന്ന ഒരു കാഴ്ച കാണുന്നു. അമേരിക്കയ്ക്ക് കാര്യമായി ഇടപെടാനില്ല. കാരണം ഇറാൻ മറുപക്ഷത്താണ്, അമേരിക്കയുടെ ശത്രുപക്ഷത്താണ്. അമേരിക്കയ്ക്ക് മധ്യസ്ഥത വഹിക്കാനും ആവില്ല. റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലയിലുമാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ, ഒരു അവസ്ഥയിൽ, ഒരു അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്ന, കുഞ്ഞനീയനായ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നു, സംയമനം പാലിക്കൂ, ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പക്ഷെ ആ വാക്കുകൾ വീൺവാക്കുകളായോ എന്ന് ഇപ്പോൾ സംശയം തോന്നുന്നു. അങ്ങനെ അമേരിക്ക ക്ലിപ്പിട്ടാൽ നിൽക്കുന്ന രാജ്യമാണോ ഇസ്രയേൽ? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇസ്രയേലിൻ്റെതായ അജണ്ടകളുണ്ട്, ജൂയിഷ് അജണ്ടയുണ്ട്, സയൻസ് അജണ്ടയുണ്ട്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. എക്കാലത്തും അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്ന് വിചാരിക്കാനുമാവില്ല. അതുകൊണ്ട് വേറിട്ടൊരു പന്ഥാവ് ഇസ്രായേൽ വെട്ടി തുറക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. പക്ഷേ രാഷ്ട്രീയമായി നമ്മൾ നോക്കുമ്പോൾ, ജിയോ പൊളിറ്റിക്കലായി നോക്കുമ്പോൾ, ഇസ്രായേലിന് സ്വാഭാവികമായി ആശ്രയിക്കാൻ ഒക്കുന്ന ഏക ശക്തി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നേറ്റോയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് സമീപ രാജ്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഇസ്രായേലിന് ന്യായമായ പിന്തുണ കിട്ടാത്തത് കൊണ്ട് ഭാവിയിൽ അമേരിക്കയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു പരിധിവരെ ഇസ്രായേൽ സംയമനം പാലിക്കുമെന്നാണ്. എന്ത് സ്ട്രൈക്ക് സംഭവിച്ചാൽ, ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചതുപോലെയുള്ള ഏറിയൽ ബോംബാർഡ്മെന്റുകൾ സംഭവിച്ചാൽ, അസ്ഫഹാനിൽ സംഭവിച്ചതുപോലെയുള്ള ഈ കാര്യങ്ങൾ സംഭവിച്ചാൽ, അത് ഒരു ചെറിയ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ചെറിയ ഒരു സിംബോളിക് നീക്കമായി കാണാം. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നത് ഇതൊന്നുമല്ല.
സൈബർ ഇടങ്ങളിൽ ആക്രമണം ഉണ്ടാകും. ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ ഫിസിക്കലി ആക്രമിക്കുന്നതിന് പകരം സൈബർ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട്, മാൽവെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകും. ഒരുപക്ഷെ ഈ ഇറാന്റെ വലിയ നേതാവായിരുന്ന ഒരു സൈനിക ജനറലിനെ, ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇട്ടതുപോലെ ഇറാന്റെ നേതാക്കളെ ഒന്നൊന്നായി, റെവല്യൂഷണറി ഗാർഡിന്റെ ടോപ്പ് കമാൻഡേഴ്സിനെ ഒന്നൊന്നായി ഇറാൻ അകത്ത് വെച്ചും അല്ലെങ്കിൽ കുതന്ത്രങ്ങളിലൂടെയൊക്കെ വധിക്കാനും അങ്ങനെ ചില കാര്യങ്ങളിൽ സാബോട്ടേജ് ചെയ്യാനും ഇറാന്റെ മിലിറ്ററി കേപ്പബിലിറ്റി സാബോട്ടേജിലൂടെ, അട്ടിമറിയിലൂടെ അവതാളത്തിലാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളായിരിക്കും ഇസ്രായേൽ നടത്താൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ നേരിട്ടുള്ള ആക്രമണത്തിന് വലിയ പ്രസക്തിയില്ല. പ്രത്യേകിച്ചും ഒരു ആണവായുധ ആക്രമണം ആർക്കും ജയിക്കാനാവുന്ന ഒന്നല്ല. അതുകൊണ്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കാതിരിക്കട്ടെ. അവരുപയോഗിക്കില്ല, രണ്ടു കൂട്ടർ ഉപയോഗിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നാൽ ആ യുദ്ധത്തിന്റെ സ്പിൽ ഓവർ ഇഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് അത് തീർച്ചയായും അറബി ലോകത്ത് മുഴുവനും, പ്രത്യേകിച്ചും ഇറാന്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ഏറെ ഇന്ത്യക്കാർ വസിക്കുന്ന പേർഷ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്തും എന്നതിൽ സംശയമില്ല. പേർഷ്യൻ ഗൾഫ് മേഖലയുടെ സാമ്പത്തികമായ അസ്ഥിരത അത് ഇന്ത്യയുടെ വരുമാനം കുറയ്ക്കും, ഉറപ്പായും വരുമാനം കുറയ്ക്കും. അതൊന്ന്. ഇന്ത്യക്ക് ലഭിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ നല്ലൊരു പങ്ക് പ്രവാസി ഇന്ത്യക്കാർ കൊണ്ടുവരുന്ന വിദേശ നാണ്യമാണ്. അങ്ങനെ വിദേശ നാണ്യ കരുതൽ നിക്ഷേപത്തിൽ കുറവ് വരും. അതാണൊന്ന്. രണ്ട്, ആ പ്രദേശം അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള എണ്ണ വ്യാപാരം തടസ്സപ്പെടും. എണ്ണയുടെ വില, അതായത് ക്രൂഡ് ഓയിലിന്റെ വില സ്കൈ റോക്കറ്റ് ചെയ്യും. സർവകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് പോകും. നമ്മൾ സ്വയം പര്യാപ്ത രാജ്യമല്ല. എണ്ണയുടെ കാര്യത്തിൽ ഭാരതം സ്വയം പര്യാപ്ത രാജ്യമല്ലാത്തത് കൊണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യാൻ നമ്മൾ പ്രധാനമായും ഇറാനിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും, കുവൈറ്റിൽ നിന്നും ഒക്കെ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്നു. റഷ്യയിൽ നിന്നും ലാഭകരമായി നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായി. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്ക് നിലനിൽപ്പിനായി എണ്ണ ലാഭകരമായി ഇന്ത്യക്ക് വിൽക്കേണ്ടി വരുന്നു. റൂബിൾ ടേംസിൽ എണ്ണ വ്യാപാരം അവിടെ നടന്നു. പക്ഷെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോഴും എണ്ണ ഗൾഫ് പ്രദേശത്ത്, മധ്യപൂർവ്വ പ്രദേശത്തെ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും അവരുടെ സപ്ലൈയും മൂവ്മെന്റും യുദ്ധം കാരണം തടസ്സപ്പെട്ടാൽ ഇന്ത്യയുടെ വളരെ വലിയൊരു സോഴ്സ് ആണ്, എണ്ണ സോഴ്സ് ആണ്, ക്രൂഡ് ഓയിൽ സോഴ്സ് ആണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് രണ്ട്. മൂന്ന്, നമ്മുടെ ജനസംഖ്യ, നമ്മുടെ രാജ്യത്തെ ഒരു 1000 പേരെങ്കിലും ഇറാനിൽ ജോലി ചെയ്യുന്നു. ചെറിയ നമ്പർ ആയിരിക്കും 10,000 പേർ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 10,000 പേർ. പക്ഷെ അവരുടെ സുരക്ഷ, നമ്മുടെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇൻ ഇറാൻ 10,000 പീപ്പിൾ, അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് ഇസ്രായേൽ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, കഴിഞ്ഞ ഒരു 4-5 വർഷമായി വലിയ തോതിലാണ് ഇന്ത്യക്കാർ ഈ ഹെൽത്ത് കെയർ സെക്ടറിലും ഈ പ്രായമുള്ളവരെ പരിചരിക്കാനും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും പഠന ആവശ്യത്തിന് വേണ്ടിയുമൊക്കെയായി ഇസ്രായേലിലെത്തിയ ഇന്ത്യക്കാർ. മുൻകാലങ്ങളിൽ ഇസ്രായേൽ പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ടൂറിസം ആവശ്യത്തിന് വേണ്ടി പോകുന്നു. അത് പോയാൽ തിരിച്ചു വരും. അല്ലാതെ അവിടെ താമസിക്കാനും ജോലി ചെയ്യാനുമായി 80,000 പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആർ നൗ ഇൻ ഇസ്രായേൽ. അവരുടെ സുരക്ഷ ഭാരതത്തിന്റെ വലിയ സുരക്ഷയാണ്. അത് മാത്രമല്ല, കപ്പൽ വ്യാപാരം, 2 കടലിടുക്കുകൾ, ഇറാൻ നിയന്ത്രിക്കുന്ന 2 കടലിടുക്കുകളുണ്ട്. ഒന്ന് പേർഷ്യൻ ഗൾഫ് മേഖല, ആ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് കയറുന്ന ഒമാൻ സ്ട്രെയിറ്റ്, അവിടെയുള്ള ഹോർമൂസ് കടലിടുക്ക്, അവിടെ ഇറാനിയൻ കപ്പലുകളുടെ തേർവാഴ്ചയാണ്. അത് ലംഘിച്ചുകൊണ്ട് വേണം ഇന്ത്യൻ കപ്പലുകൾക്കുൾപ്പെടെ, അമേരിക്കൻ കപ്പലുകൾക്കുൾപ്പെടെ പേർഷ്യൻ ഗൾഫിലേക്ക് കയറാനും UAE-യിൽ നിന്നും, കുവൈറ്റിൽ നിന്നും, ബഹ്റൈനിൽ നിന്നും, ഖത്തറിൽ നിന്നുമൊക്കെ എണ്ണ കൊണ്ടുവരാനും ആ ഇറാൻ നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് കടക്കേണ്ടി വരും. അത് വലിയ വൈതരണി തന്നെയാണ്. ആ കടലിടുക്കിൽ വെച്ചാണ് ഒരു ഇസ്രായേലി കപ്പൽ, ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള കപ്പൽ, 17 ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ള നമ്മുടെ ടെസ ഉൾപ്പെടെ, ഇപ്പൊ മോചിക്കപ്പെട്ട ടെസ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. അതൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അത് മാത്രമല്ല, ഇറാന്റെ സഖ്യകക്ഷിയായ ഹൂതികൾ നിയന്ത്രിക്കുന്ന യമന്റെ തീരത്തുള്ള ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്ക്, അതിലേക്കാണ് റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്നത്. ആ കടലിടുക്ക്, ഒമാൻ കടലിടുക്കിന് ബദലായി ചെങ്കടലിലേക്കുള്ള കടലിടുക്ക്, ആ കടലിടുക്ക് നിയന്ത്രിക്കുന്നതും ഇറാൻ അനുകൂല ഷിയ സംഘടനകളൊക്കെയാണ്. അവിടെ ഇറാനെ പിണക്കുന്ന ഒരു തീരുമാനം എടുക്കാനാവില്ല. ഇസ്രായേലിന് അവിടെ നിന്ന് നിയന്ത്രണം ഉണ്ടാവില്ല. പക്ഷേ ഇറാൻ വളരെ വലിയ പരിഗണനാ വിഷയമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, ഇറാൻ നമ്മുടെ പാകിസ്ഥാനുമായി നമുക്ക് നല്ല ഒരു ചങ്ങാത്തമില്ല എന്ന് നമുക്കറിയാം. പാകിസ്ഥാനെ ബാലൻസ് ചെയ്യാൻ ഇറാനെയാണ് പരമ്പരാഗതമായിട്ട് ഇന്ത്യ ഉപയോഗിച്ചിരുന്നത്. ഇറാന്റെ നാവിക താവളങ്ങളും ഇറാന്റെ പോർട്ടുകളും ചബഹാർ തുറമുഖം ഉൾപ്പെടെ വികസിപ്പിക്കാൻ വലിയ സാമ്പത്തിക സഹായമാണ്, സാമ്പത്തികവും സാങ്കേതികവുമായ സഹായമാണ് ഭാരതം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇറാൻ ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യസ് സ്കീം ഓഫ് തിങ്സ്. അതുകൊണ്ടാണ്
പശ്ചിമേഷ്യയിൽ ഇറാൻ ഉൾപ്പെടുന്ന ഇസ്രയേൽ ഉൾപ്പെടുന്ന ഒരു യുദ്ധമുണ്ടായാൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ പാളും. അത് മാത്രമല്ല, നമ്മൾ I2U2 സഖ്യത്തിലെ പങ്കാളികളാണ്. ഇന്ത്യ, ഇസ്രയേൽ, അതാണ് I2 U2, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് UAE, ഈ 4 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സഖ്യമുണ്ട്. ഒരു വ്യാപാര വാണിജ്യ ഒരു സ്ട്രാറ്റജിക് ഇക്കണോമിക് ആൻഡ് ട്രേഡ് പാർട്ട്ണർഷിപ്പാണ്. ആ പാർട്ട്ണർഷിപ്പിന് എന്ത് സംഭവിക്കും? അത് വലിയ ചോദ്യമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു G20 മീറ്റിംഗിൽ, ഡൽഹിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര G20 മീറ്റിംഗിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു തീരുമാനമുണ്ട്. ഇന്ത്യ യൂറോപ്പ് ട്രേഡ് കോറിഡോർ ത്രൂ വെസ്റ്റ് ഏഷ്യ. അതിൽ UAE-യും ഇസ്രയേലും ജോർദാനും സൗദി അറേബ്യയും ഒക്കെ പങ്കാളികളാണ്. അതുകൊണ്ട് യൂറോപ്പിലേക്കുള്ള നമ്മുടെ വ്യാപാര ഇടനാഴി, അതായത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായി നമ്മൾ പഴയ സിൽക്ക് റൂട്ട്, നമ്മൾ പഴയ സ്പൈസ് റൂട്ട് പുനരുജ്ജീവിപ്പിക്കുകയാണ്. അതിന് ഒരുപക്ഷെ ഭ്രംശം നേരും. അപ്പൊ പശ്ചിമേഷ്യ ഇപ്പോഴുള്ള സ്റ്റേറ്റസ് കോ, ഇപ്പോഴുള്ള അവസ്ഥയിൽ സമാധാനപരമായി നിലനിൽക്കേണ്ടത് പശ്ചിമേഷ്യയുടെ മാത്രം ആവശ്യമല്ല, ഭാരതത്തിന്റെ കൂടെ ആവശ്യമാണ്. അവിടെ ഉണ്ടാകുന്ന ഏത് യുദ്ധവും അസ്ഥിരതയും ഭാരതത്തിന്റെ വാണിജ്യ വ്യവസായ താല്പര്യങ്ങളെയും മാനുഷിക താല്പര്യങ്ങളെയും തൊഴിൽ താല്പര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.